ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 351. വിനയ് ഭാസ്കറും നീലിമയും സിറ്റിയിൽ ആകെ തിരിഞ്ഞ് ഒടുവിൽ ഗൗരി വർമ്മയുടെ ഓഫീസ് അങ്ങ് കണ്ടുപിടിച്ചു. നേരിട്ട് ഗൗരിയെ കണ്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വിനയ് ഭാസ്കർ നീലിമയെ അവിടെ ഇറക്കിവിട്ടതിനു ശേഷം തിരികെ പോയി. നീലിമ ഗൗരി വർമ്മയെ കാണാനായി അവളുടെ ഓഫീസിലേക്ക് കയറി ചെന്നു. പക്ഷേ റിസപ്ഷനിസ്റ്റ് അവളെ അകത്തേക്ക് കടത്തിവിട്ടില്ല. വലിയ തിരക്കുള്ള വക്കീലായിരുന്നത് കൊണ്ട് തന്നെ ഗൗരി വർമ്മയെ കാണാൻ മുൻകൂട്ടി അപ്പോയിന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. തന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഗൗരിവർമ്മ നീലിമയെ അകത്തേക്ക് കയറ്റി വിടാൻ പറഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ നീലിമക്ക് പുറത്തു നിൽക്കേണ്ടി വന്നു. കുറച്ചു സമയം അങ്ങനെ നിന്നപ്പോൾ റിസപ്ഷനിസ്റ്റിനോട് നീലിമ പറഞ്ഞു, എൻ്റെ പേര് നീലിമ, സിദ്ധാർത്ഥ് വിശ്വയുടെ ഭാര്യയാണ് ഞാൻ കാണാൻ വന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് പറയാമോ? റിസപ്ഷനിസ്റ്റ് അത് കേട്ട് അകത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സ്ത്രീ ഇറങ്ങി വന്നു. നീലിമ അവരെ തിരിച്ചറിഞ്ഞില്ല. ഇറങ്ങി വന്ന സ്ത്രീ ചോദിച്ചു, ശരിക്കും നിങ്ങൾ നീലിമയാണോ, സിദ്ധാർത്ഥിന്റെ ഭാര്യ? ആ സ്ത്രീ ചോദിച്ചത് കേട്ട് നീലിമ പറഞ്ഞു, അതെ. അവൾ പറഞ്ഞത് കേട്ട് ആ സ്ത്രീ വളരെയധികം സന്തോഷത്തോടെ കൈ പിടിച്ച് നീലിമയെ സ്വീകരിച്ചു. സത്യത്തിൽ സിദ്ധാർത്ഥിന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ട് തന്നെ ആ സ്ത്രീ നീലിമയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഇത്രയുമൊക്കെ സംസാരിച്ചിട്ടും അവർ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ നീലിമ നിന്നു. അവൾ ആ സ്ത്രീയെ നോക്കി ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് എന്നെ മുൻപേ അറിയാമോ? നിങ്ങൾ ആരാണ്? നീലിമ ചോദിച്ചത് കേട്ട് ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ കാണാൻ വന്നിട്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാനാണ് നീലിമ, നീ തേടി വന്ന ഗൗരി വർമ്മ. ഗൗരി അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ അതിശയിച്ചു പോയി. സത്യത്തിൽ അകത്തേക്ക് കടത്തിവിടാത്തത് കൊണ്ട് ഗൗരിയോട് നല്ല ദേഷ്യത്തിലായിരുന്നു നീലിമ. അപ്പോഴാണ് അവർ തന്നെ ഇറങ്ങി വന്ന് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നത്. ഇതെല്ലാം പുതിയൊരു അനുഭവം പോലെ അവൾക്ക് തോന്നി. ഗൗരി വർമ്മ നീലിമയെ സ്വീകരിച്ച് ഓഫീസിനരികിലേക്ക് കൊണ്ടുപോയി. സിദ്ധാർത്ഥിനെ ഗൗരിക്ക് നേരത്തെ തന്നെ അറിയാമെന്ന് നീലിമക്ക് തോന്നിയിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും അവൾ അപ്പോൾ ചോദിച്ചിരുന്നില്ല. ഗൗരി വർമ്മ നീലിമക്ക് കുടിക്കാൻ ഒരു കോഫി പറഞ്ഞു. അതിനുശേഷം നീലിമയോട് സംസാരിച്ചു. നീലിമയെ പുറത്തു നിർത്തേണ്ടി വന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. സത്യത്തിൽ ഇന്ന് എനിക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. പുതിയ ആരെയും അകത്തേക്ക് കടത്തിവിടണ്ട എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നീലിമ വന്ന കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോയിന്റ്മെന്റുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യുമായിരുന്നു. അല്ല, നീലിമ എന്താ വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗൗരി വർമ്മ ചോദിച്ചത് കേട്ട് നീലിമ പറഞ്ഞു, പ്രശ്നം എനിക്കല്ല, ഇപ്പോൾ കമ്പനിയിലാകെ പ്രശ്നമാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ അത്. തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം വേണമെന്നൊക്കെയാണ് പറയുന്നത്. അതെങ്ങനെ പരിഹരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഈ കേസ് ഏറ്റെടുത്താൽ ചിലപ്പോൾ അവർ തോറ്റുപോകും. നിങ്ങൾക്ക് ഈ കേസ് ഏറ്റെടുക്കാതെ വിട്ടൂടെ? അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു നഷ്ടപരിഹാരം കൊടുക്കുന്ന രീതിയിൽ രമ്യമായി പരിഹരിച്ചൂടെ? ഈ കേസ് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന പണം ഞാൻ തന്നാ പോരെ? നീലിമ ചോദിച്ചു. അവൾ ചോദിച്ചതിന് മറുപടിയൊന്നും പറയാതെ ഗൗരി കുറച്ചു നേരം ആലോചിച്ചു നിന്നു. പണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഗൗരി വീഴുമെന്നായിരുന്നു നീലിമ കരുതിയിരുന്നത്. പക്ഷേ അത് ഗൗരി നിരസിച്ചു. മാത്രമല്ല, പണം അവൾ ഓഫർ ചെയ്തതിൽ അല്പം നീരസവും തോന്നി. ഗൗരി പിന്നീട് പറഞ്ഞു, നീലിമ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നമൊന്നുമല്ല ഇത്. എനിക്കിവിടെ വന്ന് താൻ പണം ഓഫർ ചെയ്ത കാര്യം എനിക്ക് വേണമെങ്കിൽ തെളിവായി തന്നെ ഉപയോഗിക്കാം. നിങ്ങൾക്കെതിരെ എനിക്ക് കേസ് കൊടുക്കുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് മണ്ടത്തരമാണ്. നീലിമക്ക് തൊഴിലാളികളെ സഹായിക്കാനൊന്നും സാധിക്കില്ല. ഈ പ്രശ്നം അത്ര പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്ന ഒന്നല്ല. പിന്നെ മറ്റൊരു കാര്യം, പണത്തിന് വേണ്ടിയല്ല ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം പണം ഒരു വലിയ കാര്യമൊന്നുമല്ല. എൻ്റെ കക്ഷിയുടെ വിജയം മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. എനിക്ക് തൽക്കാലം മറ്റൊന്നും പറയാനില്ല. നീലിമ വെറുതെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ചെന്ന് തലയിടരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, ഗൗരി വർമ്മ പറഞ്ഞു. അത് കേട്ട് നീലിമ അവളെ തന്നെ നോക്കി. അവൾ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളല്ല എന്നറിഞ്ഞപ്പോൾ നീലിമക്ക് അല്പം ബഹുമാനമൊക്കെ തോന്നി. പ്ലീസ്, നിങ്ങൾ ഈ കേസിൽ നിന്നും ഒഴിയണം. ആ തൊഴിലാളികളെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? അവർ പാവങ്ങളാണ്. അതുകൊണ്ടാ അവർക്ക് വലിയ പൈസ കൊടുത്ത് ഒരു വക്കീലിനെ വെക്കാൻ സാധിക്കാത്തത്. ദയവായി ഈ കേസിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണം, നീലിമ വീണ്ടും പറഞ്ഞു. അത് കേട്ട് ഗൗരി വർമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിൽ മറ്റൊന്നും തന്നെ ചെയ്യാനില്ല. ഞാൻ കേസ് ഏറ്റെടുത്തു പോയി. അത് ജയിക്കുന്നത് വരെ ഞാൻ ഇനി അവരുടെ കൂടെ തന്നെ നിൽക്കും. താൻ എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. എനിക്ക് ഈ കേസിൽ നിന്നും ഒഴിയാനൊന്നും സാധിക്കില്ല, ഗൗരി വർമ്മ തീർത്തും പറഞ്ഞു. അപ്പോൾ നീലിമയുടെ മുഖം വാടി. അത് ശ്രദ്ധിച്ചപ്പോൾ ഗൗരി വർമ്മ വീണ്ടും പറഞ്ഞു, ഇതിന് എൻ്റെ കയ്യിൽ പരിഹാരമുണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. പക്ഷേ അതിനെന്നോട് ആദ്യം തൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് ഈ കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കണം. സിദ്ധാർത്ഥിനോട് ഞാൻ പരിഹാരം പറഞ്ഞോളാം. ഗൗരി വർമ്മ പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ പേര് പറഞ്ഞപ്പോൾ നീലിമ അസ്വസ്ഥയായി. നിങ്ങൾ അദ്ദേഹത്തെ നേരത്തെ അറിയാമോ? ഗൗരിയെ നോക്കി അവൾ ചോദിച്ചു. അത് കേട്ട ഗൗരി പുഞ്ചിരിച്ചു.
ഞങ്ങൾ പണ്ട് തൊട്ടേ ഫ്രണ്ട്സാണ്. എന്നെക്കുറിച്ച് അവൻ ഇതുവരെ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലേ? അതിശയമായിരിക്കുന്നല്ലോ. എന്നെക്കുറിച്ച് അവൻ പറയാതിരിക്കില്ലല്ലോ. സിദ്ധാർത്ഥിനോട് വളരെ അടുപ്പമുള്ളതുപോലെ ഗൗരി വർമ്മ സംസാരിച്ചത് നീലിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നീലിമ വീണ്ടും ചോദിച്ചു, എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? നീലിമ ചോദിച്ചത് കേട്ട് ഗൗരി ചിരിച്ചു. ഞങ്ങൾ തമ്മിൽ വളരെ കാലമായി അറിയുന്നവരാണ്. എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് സിദ്ധാർത്ഥിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഞാൻ പറയും. ഗൗരി പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് നല്ല ദേഷ്യം വന്നു. തന്റെ ഭർത്താവിനെക്കുറിച്ച് അവർ അങ്ങനെ പറയുന്നതിൽ അവൾക്ക് നല്ല ദേഷ്യം തോന്നി. അവളുടെ മുഖം അസൂയ കൊണ്ട് വിറച്ചു. എന്റെ ഭർത്താവിനെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാമെന്നോ? നീലിമ ദേഷ്യത്തോടെ ചോദിച്ചു. അവളുടെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി താല്പര്യമില്ലാത്തതുപോലെ ഗൗരി പറഞ്ഞു, താൻ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും തന്റെ ഭർത്താവിനോട് ചോദിച്ചു നോക്ക് ഞാൻ ആരാണെന്ന്. അവൻ പറഞ്ഞു തരും. ഗൗരി പറഞ്ഞത് കേട്ട് നീലിമ ആകെ അസ്വസ്ഥയായി. അവൾക്ക് അവിടെ വരേണ്ടിയിരുന്നില്ലെന്ന് പോലും തോന്നിപ്പോയി. അവൾ മറ്റൊന്നും പറയാതെ ഗൗരിയെ നോക്കി പറഞ്ഞു, ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനല്ല ഇങ്ങോട്ടേക്ക് വന്നത്. പറ്റുമെങ്കിൽ തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി കൊടുക്ക്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നീലിമ ഉടനെ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അവൾക്ക് അത്രമാത്രം ദേഷ്യം വന്നിരുന്നു. ഈ കാര്യത്തെപ്പറ്റി സിദ്ധാർത്ഥിനോട് ചോദിക്കണമെന്ന് പോലും അവൾക്ക് സംശയം തോന്നി. സിദ്ധാർത്ഥിനെ കുറിച്ച് മറ്റൊരാൾ വളരെ അടുപ്പത്തിൽ സംസാരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നീലിമക്ക് അവിടെ തുടരാൻ തോന്നിയില്ല. ഗൗരിയോട് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവൾക്ക് വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. അവൾ തന്നെ അസൂയപ്പെടുത്താൻ തന്നെയാണ് പ്രത്യേക സ്വരത്തിൽ സംസാരിച്ചത് എന്ന് അവൾക്ക് തോന്നി. നീലിമ അതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്തുകൊണ്ടായിരിക്കാം തന്റെ ഭർത്താവ് അവളെക്കുറിച്ച് മുൻപ് പറയാതിരുന്നത് എന്ന് നീലിമ ആലോചിച്ചു. അവൾ പക്ഷേ ഒന്നും അതിനെക്കുറിച്ച് സിദ്ധാർത്ഥിനോട് വിളിച്ചു ചോദിച്ചതൊന്നുമില്ല. ഗൗരി വർമ്മ നീലിമ പോയ വഴിയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ ഗൗരി നോട്ടം പിൻവലിച്ചു. സിദ്ധാർത്ഥ തിരികെ വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, ഗൗരി വർമ്മ ആരോടുമില്ലാതെ തന്നെ പറഞ്ഞു. നീലിമക്ക് വല്ലാതെ നിരാശ തോന്നി. സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ താൻ അറിയാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും ഉണ്ടോ എന്ന് അവൾക്ക് സംശയം തോന്നി. അവൻ അതെല്ലാം അവളോട് മുൻപേ തന്നെ പറയാമായിരുന്നു. ഗൗരി വർമ്മയുടെ സംസാരവും രീതിയുമെല്ലാം കണ്ടപ്പോൾ നീലിമക്ക് ആകെ വിഷമം തോന്നി. അത് പക്ഷേ ഭർത്താവിനോടുള്ള സംശയം കൊണ്ടൊന്നും ആയിരുന്നില്ല. തന്റെ ഭർത്താവിനെ കുറിച്ച് മറ്റൊരു സ്ത്രീ സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾക്കൊരു വിഷമം തോന്നിയത്. അവൾ അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അശ്വിൻ സ്കൂളിൽ നിന്നും വന്നിരുന്നു. അവൻ നീലിമയെ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അമ്മയെ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്നറിയോ? എനിക്ക് അമ്മയെ വല്ലാതെ കാണാൻ കൊതിയായി, അശ്വിൻ സ്നേഹത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നീലിമ മറ്റെല്ലാം മറന്ന് അശ്വിനെ കെട്ടിപ്പിടിച്ചു. അമ്മ ഇത്തിരി തിരക്കിലായി പോയി മോനെ. ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്ന് പോയി വരണമായിരുന്നു. എന്തായാലും ഞാൻ വന്നില്ലേ, നീലിമ പറഞ്ഞു. അപ്പോൾ അശ്വിൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അമ്മയെ ഒരുപാട് മിസ് ചെയ്തു. ഞാൻ ഡാഡിയെ വിളിച്ചിരുന്നു. ഡാഡി ജോലി തിരക്കുകളൊക്കെ തീർത്ത് ഉടനെ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അശ്വിൻ പറഞ്ഞത് കേട്ട് നീലിമയുടെ മുഖത്ത് ദേഷ്യം വന്നു. അത് അവനെയും ഞെട്ടിച്ചു. അച്ഛനെക്കുറിച്ച് സംസാരിച്ചതിൽ അമ്മക്ക് കൂടുതൽ സന്തോഷമായിരുന്നു എന്നാണ് അശ്വിൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് മറ്റൊന്നാണ്. അമ്മയുടെ മുഖത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സകല വെളിച്ചവും കെട്ടുപോയതുപോലെ അവന് തോന്നി. അതിന്റെ കാരണം മനസ്സിലാവാതെ അശ്വിൻ സ്വയം ആലോചിച്ചു നിന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഡാഡി ഇവിടെ നിന്നും മാറി നിന്നതിൽ അമ്മക്ക് നല്ല വിഷമമുണ്ടെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു. അതാവുമ്പോൾ ഡാഡിക്ക് ഉടനെ തന്നെ വരാൻ തോന്നുമല്ലോ. അശ്വിൻ പറഞ്ഞതിന് ശേഷം നീലിമയെ തന്നെ നോക്കി. അവളുടെ മുഖത്തെ ഭാവം കൂടുതൽ സങ്കീർണമായി. അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, നീ എന്തിനാ ആവശ്യമില്ലാതെ ആളുകളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ബിസിനസ് ട്രിപ്പിന് പോയതല്ലേ, വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. ആവശ്യമില്ലാതെ നീ കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും എടുക്കരുത്. എനിക്ക് നിന്റെ ഡാഡിയെ മിസ് ചെയ്യുന്നൊന്നുമില്ല. നീലിമ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. അത് കേട്ട അശ്വിൻ ആകെ ഞെട്ടി. അവന് സത്യത്തിൽ വിഷമവും തോന്നി. അമ്മയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുന്തോറും അവന്റെ വേവലാതി കൂടിക്കൂടി വന്നു. അവൻ ഒന്നും പറയാതെ നീലിമയെ തന്നെ നോക്കി നിന്നു. അപ്പോൾ മല്ലികാമ ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അരികിലേക്ക് മല്ലികാമ നടന്നു വന്നു. എന്നിട്ട് നീലിമയോട് ചോദിച്ചു, ഇതെന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടായോ നിങ്ങൾ തമ്മിൽ? വഴക്കിടാൻ മാത്രം കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. എന്താ എന്താ ഉണ്ടായത്? പറ കുട്ടി. മല്ലികാമ പറഞ്ഞത് കേട്ട് നീലിമ പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടില്ല മല്ലികാമേ, ഞാൻ വേറെ എന്തോ ആലോചിച്ച് പറഞ്ഞതാണ്. എനിക്ക് വിശക്കുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കാം. അവൾ ഉടനെ തന്നെ വിഷയം മാറ്റാനെന്ന മട്ടിൽ പറഞ്ഞു. താൻ ആ വീട്ടിലെ ജോലിക്കാരി മാത്രമാണെന്ന ബോധമുള്ളത് കൊണ്ട് തന്നെ മല്ലികാമക്ക് കൂടുതലൊന്നും ചോദിക്കാൻ സാധിച്ചില്ല. എങ്കിലും സിദ്ധാർത്ഥിന്റെ അഭാവത്തിൽ ഇങ്ങനൊരു പ്രശ്നം എങ്ങനെ സംഭവിച്ചു എന്നവർ ചിന്തിച്ചു. നീലിമ ഭക്ഷണം കഴിക്കാനായി ചെന്നിരുന്നു. മല്ലികാമ അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം എടുത്തു വെച്ചു കൊടുത്തു. പക്ഷേ അവൾക്ക് കഴിക്കാൻ സാധിച്ചില്ല. അവളുടെ മനസ്സിൽ അപ്പോൾ ഗൗരി വർമ്മയുടെ മുഖം ഓർമ്മ വന്നു. അവൾ സിദ്ധാർത്ഥിന്റെ ആരാണ് എന്നറിയാതെ അവൾക്ക് സ്വസ്ഥത കിട്ടുമായിരുന്നില്ല.
അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവൾക്ക് അറിഞ്ഞേ പറ്റൂ എന്ന അവസ്ഥയിലായി. അതുകൊണ്ട് തന്നെ നീലിമ ഭക്ഷണം കഴിക്കാതെ പ്ലേറ്റിൽ കൈയിട്ട് ചിത്രം വരച്ചുകൊണ്ടിരുന്നു. അത് ശ്രദ്ധിച്ചപ്പോൾ മല്ലികാമ്മ ചോദിച്ചു, മോൾ എന്താ വല്ലാതെ അസ്വസ്ഥയാണല്ലോ? എന്താ കുഞ്ഞെ, ശരിക്കും എന്താ പ്രശ്നം? നീ കാര്യം പറയേ. മല്ലികാമ്മ ചോദിച്ചത് കേട്ട് നീലിമ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭാവിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല മല്ലികാമേ, ഞാൻ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. മല്ലികാമ്മ ഭക്ഷണം കഴിക്കുന്നില്ലേ? നീലിമ വീണ്ടും വിഷയം മാറ്റി. അപ്പോൾ മല്ലികാമ്മ അവൾക്കരികിൽ വന്നിരുന്നു കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതായി ഭാവിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നീലിമ ഹാളിലേക്ക് തിരികെ പോയി. അശ്വിനെ അടുത്തിരുത്തി നീലിമ അവനോട് സംസാരിച്ചു. അമ്മ മോനോട് ദേഷ്യപ്പെട്ടതൊന്നുമല്ല. ജോലിക്ക് പോയ ഒരാളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പറഞ്ഞതാണ്. നീ അത് കാര്യമാക്കേണ്ട കേട്ടോ. അത് പോട്ടെ. നീലിമ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് വിഷമമൊന്നും ആയിട്ടില്ലമ്മേ. അമ്മക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അതോർത്തിട്ടാണ് എൻ്റെ പ്രശ്നം. അമ്മ ഓക്കെ അല്ലേ? അശ്വിൻ ചോദിച്ചത് കേട്ട് നീലിമയ്ക്ക് വളരെ സന്തോഷം തോന്നി. തൻ്റെ കുഞ്ഞ് തന്നെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നോർത്തപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. അവൾ അശ്വിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ചുംബിച്ചു. ശേഷം അവൻ്റെ ഹോംവർക്ക് ചെയ്യാനും മറ്റുമായി സഹായിക്കാൻ കൂടി. അല്പസമയം കഴിഞ്ഞപ്പോൾ അവന് ഉറക്കം വന്നതുകൊണ്ട് തന്നെ മുറിയിലേക്ക് ഉറങ്ങാനായി പോയി. അപ്പോൾ മല്ലികാമ്മ ഒരു ഗ്ലാസ് പാലുമായി നീലിമയുടെ അരികിലേക്ക് വന്നു. നീലിമ പാലും കുടിച്ചുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്നു. ഗൗരിവർമ്മയെക്കുറിച്ച് തന്നെയായിരുന്നു അവൾ ഓർത്തത്. അവൾ അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് മല്ലികാമ്മയോട് ചോദിച്ചു, മല്ലികാമ്മക്ക് ഒരു ഗൗരിവർമ്മയെ അറിയാമോ? മല്ലികാമ്മക്ക് സിദ്ധാർത്ഥിന്റെ സുഹൃത്തുക്കളെ എല്ലാം അറിയാമെന്ന് അറിവുള്ളത് കൊണ്ടാണ് നീലിമ അങ്ങനെ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ മല്ലികാമ്മക്ക് കള്ളം പറയാൻ സാധിച്ചില്ല. അവർ ഗൗരിവർമ്മയുടെ പേര് കേട്ടപ്പോൾ അല്പം അസ്വസ്ഥയായതുപോലെ തോന്നി. അതെല്ലാം നീലിമ ശ്രദ്ധാപൂർവം തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മല്ലികാമ്മ പറഞ്ഞു തുടങ്ങി, എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അത് മോന്റെ സുഹൃത്താണെന്ന് മാത്രം അറിയാം. മോൾ അവളുമായി കൂടുതൽ കൂട്ടുകൂടാതിരിക്കുന്നതാണ് നല്ലത്. അവൾ ഒരു വക്കീലൊക്കെയല്ലേ? മല്ലികാമ്മ പറഞ്ഞത് കേട്ട് നീലിമ അവരെ തന്നെ നോക്കി. ഗൗരിവർമ്മയുടെ പേര് കേട്ടപ്പോൾ മല്ലികാമ്മയുടെ മുഖത്ത് എന്തുകൊണ്ടാണ് അസ്വസ്ഥതയും നീരസവും തെളിഞ്ഞതെന്ന് നീലിമക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഗൗരിവർമ്മയെക്കുറിച്ച് സിദ്ധാർത്ഥിനോട് നേരിട്ട് ചോദിച്ചാലോ എന്ന് പോലും അവൾ ആലോചിച്ചു. പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. ഇതുവരെ അങ്ങനെ ഒരാളെക്കുറിച്ച് സിദ്ധാർത്ഥ തന്നോട് പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് അവൾക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അവൾ അതെല്ലാം ആലോചിച്ച് അസ്വസ്ഥമായി ഹാളിൽ തന്നെ ഇരുന്നു. മല്ലികാമ്മ അവൾക്കരികിൽ തന്നെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നീലിമ ആകെ അസ്വസ്ഥമായിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഏതായാലും കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.